ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റ് ടോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ 10 വളരെ പ്രധാനപ്പെട്ട ട്രേഡിംഗ് സൈക്കോളജി ടിപ്സാണ്. കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ട്രേഡിംഗ് സൈക്കോളജി മാത്രമാണ്. കാരണം ട്രേഡിങ്ങിൽ ഏറ്റവും അധികം വർക്കാവുന്നത് ട്രേഡിംഗ് സൈക്കോളജി തന്നെയാണ്. സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് സെക്കൻഡറി മാത്രമാണ്. ഓക്കെ, എല്ലാ ട്രേഡറും, നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് ജേണി ഇതുവരെ തുടങ്ങിയിട്ടില്ല എങ്കിൽ, ഇത് തുടങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഉറപ്പായിട്ട് കണ്ടിരിക്കുക. ഇനി നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ട്രേഡർ ആണെങ്കിൽ, ട്രേഡിംഗ് ജേണി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, ഏകദേശം ഒരു പ്രൊഫഷണൽ ലെവൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ട്രേഡർ ആണെങ്കിലും ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ടും ട്രേഡിംഗ് സൈക്കോളജിനെ പറ്റി നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, വിൻ ദ മാർക്കറ്റ് വിത്ത് ഡിസിപ്ലിൻ. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഡോക്ടർ ബ്രെറ്റ് സ്റ്റീൻബർഗർ പറഞ്ഞിട്ടുള്ള ഫേമസ് ട്രേഡിംഗ് സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇൻ ട്രേഡിംഗ് യുവർ മൈൻഡ് ഈസ് ഐദർ യുവർ ഗ്രേറ്റസ്റ്റ് വെപ്പൺ ഓർ യുവർ വേഴ്സ്റ്റ് എനിമി. നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നതാണ് ഗ്രേറ്റസ്റ്റ് വെപ്പൺ എന്ന് പറയുന്നത് ട്രേഡിംഗ് ജേണിയിൽ. അതേസമയം തന്നെ ആ മൈൻഡ് തന്നെ നിങ്ങളുടെ വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള എനിമി, ശത്രുവും ആവാം. അതായത് നിങ്ങളുടെ മൈൻഡ് സെറ്റ്, ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ വലിയ അളവിൽ പ്രോഫിറ്റ് ഉണ്ടാക്കും. ഇനി കറക്റ്റ് അല്ല എങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ആവും എന്നാണ് ഈ ക്യൂട്ടിൻ്റെ അർത്ഥം. വൈ ട്രേഡിംഗ് സൈക്കോളജി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സ്ട്രാറ്റജി? 95% ഓഫ് ട്രേഡേഴ്സ് ലോസ് ഡ്യൂ ടു ഇമോഷണൽ ഡിസിഷൻ, നോട്ട് ബാഡ് സ്ട്രാറ്റജീസ്. എല്ലാവർക്കും, അതായത് ഒട്ടുമിക്ക അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രേഡിംഗ് ഫീൽഡിൽ ഇറങ്ങുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല സ്ട്രാറ്റജി ഉണ്ടാവും. അവർ ആ സ്ട്രാറ്റജി കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, നല്ല ട്രേഡിംഗ് സൈക്കോളജി അല്ലെങ്കിൽ ഇമോഷണൽ ഡിസിപ്ലിനോട് കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. 95% ആളുകൾ ലോസ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ സൈക്കോളജി സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ്. സൈക്കോളജി കൺട്രോൾസ് യുവർ റിസ്ക്. അതായത് നിങ്ങളുടെ ട്രേഡിംഗ് സൈക്കോളജിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സൈക്കോളജിയാണ് എത്രത്തോളം റിസ്ക് എടുക്കണമെന്ന് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് പേഷ്യൻസ് വേണോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുമ്പം ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങളുടെ സൈക്കോളജി തന്നെയാണ്. വിതൗട്ട് മാസ്റ്ററിങ് സൈക്കോളജി ഈവൻ ദ ബെസ്റ്റ് സെറ്റപ്പ് ഫെയിൽസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട 10 സൈക്കോളജി ടിപ്സ് ആണ്. ഒന്നാമത്തത് ട്രേഡിംഗ് വിത്ത് എ റിട്ടേൺ പ്ലാൻ. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, പേഴ്സണൽ ഫിനാൻസ്, ഓൺടർപ്രണർഷിപ്പ് പോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെൽത്ത് ബിൽഡ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് അടക്കാം. ഒന്നാമത്തത് ട്രേഡ് വിത്ത് എ റിട്ടേൺ പ്ലാൻ. ഡിഫൈൻ എൻട്രി വളരെ സിമ്പിളാണ്. അതായത് നിങ്ങളൊരു ട്രേഡിൽ എൻ്റർ ചെയ്യുമ്പം എത്ര SL വെക്കണം, എത്ര സ്റ്റോപ്പ് ലോസ് വെക്കണം, എത്ര ടാർഗറ്റ് വേണം എന്ന് ഡിസൈഡ് ചെയ്യലാണ് ഡിഫൈൻ എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാൻ ഈസ് ഈക്വൽ ടു പ്രൊഫഷണലിസം. അതായത് ഏതൊരു മേഖല എടുത്താലും, നിങ്ങൾ ഏതൊരു ബിസിനസ് എടുത്താലും അവരൊക്കെ വളരെ നേരത്തെ തന്നെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഒരു സ്റ്റാർട്ടപ്പ് എടുത്തോ, അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ഏതെങ്കിലും ഒരു വലിയൊരു എക്സാമിന് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർ മുന്നേ നല്ല ശക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് ഏതൊരു മേഖലയിലും സക്സസ് ആവണമെങ്കിൽ, ഈവൻ ഗവൺമെൻറ് പോലും പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെ അവരുടെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെ. USA എടുത്താലും ഇന്ത്യ എടുത്താലും അവർ 5 ഇയർ പ്ലാൻ ഉണ്ട് അവർക്ക്. അല്ലെങ്കിൽ എല്ലാ വർഷവും ഫെബ്രുവരി വന്നിട്ട് ഒരു ബഡ്ജറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്ലാനിൻ്റെ ബേസിലാണ്. സോ പ്ലാനിങ് എന്ന് പറയുന്നത് ഏതൊരു മേഖലയിലും ശക്തമായിട്ടുള്ള വിജയം വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം. ഈ ട്രേഡിങ്ങിൻ്റെ കേസിൽ അത് അത്യന്താപേക്ഷിതമാണ്. രണ്ടാമത്തത് ആക്സെപ്റ്റ് ലോസസ് ആസ് പാർട്ട് ഓഫ് ദി ഗെയിം. നമ്മൾ ഒരുപാട് വീഡിയോയിൽ സംസാരിച്ചതാണ്. നിങ്ങളുടെ ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ഗെയിമിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. ഈ ലോസ് കൊടുക്കാതെ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ആരാണെങ്കിലും, അത് ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മികച്ച ട്രേഡർ ആണെങ്കിൽ കൂടി ലോസ് അതിൻ്റെ ഒരു പാർട്ടാണ്, അല്ലേ. ആ ലോസ് നിങ്ങൾ കൊടുക്കാതിരുന്നാൽ നിങ്ങൾ മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണല്ലേ. കാരണം നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ലോസസ് ആർ ട്യൂഷൻ ഫീസ് ഓഫ് ദ മാർക്കറ്റ്. ഈവൻ പ്രോ ട്രേഡേഴ്സ് ലോസ് 40 to 50%. വളരെ ശക്തമായിട്ടുള്ള ട്രേഡർ ആണ് എന്ന് നമ്മൾ കരുതുന്ന പലരും പോലും അവരുടെ ക്യാപിറ്റലിൻ്റെ 50% പലതവണ വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ഡോണ്ട് ചേസ് പെർഫെക്ഷൻ, ചേസ് പ്രോസസ്. മൂന്നാമത്തത് സ്റ്റോപ്പ് ചെക്കിംഗ് PNL കോൺസ്റ്റൻ്റ്ലി.
അതായത് നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നിരന്തരം നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഡിസിഷൻ എടുക്കുന്നത് പിന്നീട് ഇമോഷണൽ ബേസിലായിരിക്കും അല്ലേ. അത് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കും. നിങ്ങൾ ചിലപ്പോൾ പ്രോഫിറ്റ് കാണുമ്പോൾ പെട്ടെന്ന് ഇറങ്ങാനും ലോസ് കാണുമ്പോൾ അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോകും. കാരണം നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അതായത് P&L സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ടല്ലേ P&L അതായത് ട്രേഡിംഗ് P&L കൃത്യമായിട്ട് നിരന്തരം നോക്കിക്കൊണ്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. കോൺസ്റ്റന്റ് ചെക്കിംഗ് ക്രിയേറ്റ്സ് ആൻസൈറ്റി പോലെയുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസിഷൻ മൊത്തം നിങ്ങളെ പാടെ തെറ്റിപ്പോകും. ഇറ്റ് ഫോഴ്സസ് ഇറാഷണൽ എക്സിറ്റ് ഓർ ഓവർ കോൺഫിഡൻസ്. അതായത് പ്രോഫിറ്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റപ്പിനനുസരിച്ചാണെങ്കിൽ അവിടുന്ന് എക്സിറ്റ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് തോന്നും, ഇവിടുന്ന് മുകളിലോട്ടേക്ക് പോകുന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പിന്നീട് മാർക്കറ്റ് താഴെ വന്ന് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും എടുത്ത് വലിയൊരു ലോസിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫോക്കസ് ഓൺ സെറ്റപ്പ് നോട്ട് ഔട്ട്കം. ഓക്കെ, അത് നിങ്ങൾ എപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ P&L നിങ്ങൾ അധികം കോൺസ്റ്റൻ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കരുത്. ഓക്കെ, നിങ്ങളുടെ സെറ്റപ്പിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ എവിടെ എൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ പൊസിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡ് പഞ്ച് ചെയ്യുക, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി നാലാമത്തത് നെവർ ട്രേഡ് വെൻ യു ആർ ഇമോഷണലി അതായത് നിങ്ങൾ വികാരപരമായിട്ട് നിങ്ങൾ ദേഷ്യത്തിലുള്ള ഒരു സമയത്താണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സ്ട്രെസ്സഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ആണ്, അല്ലെങ്കിൽ നിരാശനാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രീഡി മെൻറ്റാലിറ്റി ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ആ സമയത്ത് ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, കാരണം അത് വലിയൊരു അല്ലെങ്കിൽ വേഴ്സ്റ്റ് ടൈം ടു ട്രേഡ്. ഈ ഒരു സമയത്താണ് അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അത് വളരെയധികം മോശമായിട്ടുള്ളൊരു സമയമാണ്. ഓക്കെ, വാക്ക് അവേ, പോസ്, മെഡിറ്റേറ്റ്. ഇനി ലോസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് എക്സിറ്റ് അടിക്കുക, പോവുക, ട്രേഡ് കുറച്ച് സമയം നിർത്തുക, അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ഓക്കെ, ഇമോഷൻ, സ്കിൽസ്, ജഡ്ജ്മെൻറ്റ്. ഇനി അഞ്ചാമത്തത് മാസ്റ്റർ പേഷ്യൻസ്, വെയിറ്റ് ഫോർ ദ റൈറ്റ് സെറ്റപ്പ്. അത് പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻസ് അല്ല അച്ചടക്കം പോലെയുള്ള കാര്യങ്ങൾ ട്രേഡിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോ സെറ്റപ്പ് ഈസ് ഈക്വൽ ടു നോ ട്രേഡ്. അതായത് ഒരു കൃത്യമായിട്ടുള്ളൊരു സെറ്റപ്പ് നിങ്ങൾക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ട്രേഡ് ചെയ്യണ്ട, നിങ്ങൾ അടുത്ത ദിവസം ട്രേഡ് ചെയ്താൽ മതി. നല്ല നിങ്ങളെ വിചാരിച്ച സെറ്റപ്പ് വന്നിട്ടില്ല എങ്കിൽ. ഇനി പേഷ്യൻസ് പ്രൊട്ടക്ട് ക്യാപിറ്റൽ. അതായത് നിങ്ങളിപ്പം ഒരു നല്ല രീതിക്കുള്ളൊരു സെറ്റപ്പ് വരുന്നില്ല, നിങ്ങൾ ക്ഷമയോടെ നല്ല രീതിക്കുള്ളൊരു സെറ്റപ്പിന് അത്രത്തോളം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയം ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ട്രേഡ് ചെയ്യുക. ഇനി ട്രേഡ് ചെയ്യണമെന്ന് കരുതിയിട്ട് നിങ്ങൾ എല്ലാ ട്രേഡും പോയി പഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവാൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ സംഭവിച്ചോളൂ. ഇമ്പൾസ് ഈക്വൽ ടു എനിമി ഓഫ് കൺസിസ്റ്റൻസി. പേഷ്യൻസ് ആൻഡ് ടൈം ഡു മോർ ദാൻ സ്ട്രെങ്ത് ഓർ പാഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യൂട്ടാണിത്. ഇനി ആറാമത്തത് ഓൾവേസ് യൂസ് എ സ്റ്റോപ്പ് ലോസ് ഇമോഷണലി ട്രൂ. SL ഈസ് നോട്ട് വീക്ക്നെസ്, ഇറ്റ്സ് കൺട്രോൾ. സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ ട്രേഡ് പഞ്ച് ചെയ്യരുത്. പ്രൊട്ടക്ട്സ് യു ഫ്രം ബ്ലോയിങ് അപ്പ്. ഇമോഷണലി ഡിറ്റാച്ച് വൺസ് SL ഹിറ്റ്സ്. ഓക്കെ, അതായത് SL ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ട്രേഡിൽ നിന്ന് മാറി നിൽക്കുക, പിന്നീട് നിങ്ങൾ മാർക്കറ്റ് വാച്ച് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഏഴാമത്തത് നോക്കാം, അവോയ്ഡ് ഓവർ ട്രേഡിങ്. യാതൊരു കാരണവശാലും നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്യാൻ പാടില്ല. ട്രേഡിങ്ങിൽ മോർ ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ മോർ പ്രോഫിറ്റ് അല്ല. മറ്റേത് ജോലി എടുത്താലും അതിന് ഏത് ജോലിയിൽ നിങ്ങൾ ഓവർ ടൈം അതായത് കൂടുതൽ സമയം ജോലി ചെയ്താൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും, ഓവർ ടൈം വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് പൈസ കിട്ടും. പക്ഷേ ട്രേഡിങ്ങിൻ്റെ കേസിൽ നിങ്ങൾ കൂടുതൽ സമയം അതായത് കൂടുതൽ സമയം നിങ്ങൾ ട്രേഡ് ചെയ്താൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ ഒരു സാധ്യതയുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഫാറ്റീഗ് ഇൻക്രീസസ് റിസ്ക്. അതായത് നിങ്ങൾ കൂടുതൽ സമയം സ്ക്രീൻ നോക്കിയിരുന്നാൽ നിങ്ങളുടെ ക്ഷീണം വർദ്ധിക്കും. ഓക്കെ, ആ ക്ഷീണം വർദ്ധിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ഡിസിഷൻ തന്നെ കൃത്യമായിട്ടുള്ളതായിരിക്കില്ല. നിങ്ങൾ ഇറാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് നിങ്ങൾ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ചെയ്യും. ക്വാളിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ക്വാണ്ടിറ്റി. അളവിലല്ല ഇവിടുത്തെ കാര്യം, നിങ്ങൾ എടുക്കുന്ന ട്രേഡിൻ്റെ ഗുണമേന്മയിലാണ് കാര്യം. ഇനി എട്ടാമത്തത് റിവ്യൂ യുവർ ട്രേഡ്സ് എവറി വീക്ക്. എല്ലാ ആഴ്ചയും പറ്റുമെങ്കിൽ എല്ലാ ആഴ്ചയും നിങ്ങൾ ട്രേഡ് നിങ്ങൾ റിവ്യൂ ചെയ്യുക, ഒരു പുനഃപരിശോധന നടത്തുക. ജേർണലിംഗ് ബിൽഡ്സ് അവയർനെസ്. ജേർണലിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. കാരണം ജേർണലിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ സംസാരിക്കുന്നതാണ്. ട്രേഡിംഗ് ജേർണൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം പോലെയുള്ള കാര്യങ്ങളൊക്കെ. ഐഡൻറ്റിഫൈസ് ഇമോഷണൽ വേഴ്സസ് പ്ലാൻഡ് ട്രേഡ്സ്. ഇംപ്രൂവ്സ് ഡിസിപ്ലിൻ നോട്ട് ജസ്റ്റ് സ്ട്രാറ്റജി. ഇനി ഒമ്പതാമത്തത് ഫോക്കസ് ഓൺ പ്രോസസ് നോട്ട് പ്രോഫിറ്റ്. അതായത് നിങ്ങളുടെ പ്രോസസ്സ്, നിങ്ങളുടെ പ്രക്രിയ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ റിസൾട്ടിലേക്ക് കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ സിസ്റ്റം ബിൽഡ് ചെയ്ത് കൃത്യമായിട്ടുള്ള രീതിയിലാണ് എങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടിക്കോളും. നിങ്ങൾ ആ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അല്ലെങ്കിൽ കാര്യമായിട്ട് മെനക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഔട്ട്കം ഈസ് എ റിസൾട്ട് ഓഫ് ഫോളോയിങ് പ്രോസസ്.
പ്രോസസ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിട്ടേൺസ് ലഭിക്കുകയുള്ളൂ. ചേസിങ് പ്രോഫിറ്റ് കോസസ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആൻഡ് റിവെഞ്ച് ട്രേഡ്സ്. അതായത് പ്രോഫിറ്റിനെ തന്നെ നിങ്ങൾ എപ്പോഴും ചേസ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഫോമോയിലേക്ക് നയിക്കും. ഗ്രേറ്റ് ട്രേഡേഴ്സ് ലവ് ദ സിസ്റ്റം നോട്ട് ജസ്റ്റ് ദ മണി. പല ട്രേഡേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും പലരും പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ ഗ്രേറ്റ് ട്രേഡേഴ്സ് ലവ് ദ സിസ്റ്റം, അവരുടെ സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ പ്രോസസ്സിനെയാണ് അവർ ഇഷ്ടപ്പെട്ടത്, നോട്ട് ജസ്റ്റ് ദ മണി, മണീനെ മാത്രമല്ല. കാരണം അവരുടെ പ്രോസസ്സിനെ അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്തപ്പോഴാണ് അവർ കൂടുതലായിട്ട് അവർക്ക് പൈസ കിട്ടിയത്. എപ്പോഴൊക്കെയാണ് അവർ മണീനെ ഫോക്കസ് ചെയ്തത് ആ സമയത്തൊക്കെ അവർക്ക് പൈസ നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് 10ാമത്തത്, ട്രേഡ് ലൈക്ക് ആൻ അത്ലീറ്റ് നോട്ട് എ ഗാംബ്ലർ. കൺസിസ്റ്റന്റ് റൂട്ടീൻ, മൈൻഡ് സെറ്റ് പ്രെപ്പ്, ഫോക്കസ്, ബിൽഡ് ഹാബിറ്റ്സ് ലൈക്ക് എ ബാക്ക് ടെസ്റ്റിംഗ്, റീഡിങ്. ഓക്കെ, ഇനി ട്രേഡിംഗ് ഈസ് എ പെർഫോമൻസ് സ്കിൽ. അതായത് ഒരു അത്ലീറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? അത്ലീറ്റ് ഏതെങ്കിലും ഒരു മേഖലയിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ടും ഒരു റുട്ടീനിൽ അവർ എക്സസൈസ് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ റണ്ണിങ്ങിലാണെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള രീതിയിൽ ഡെയിലി ഓട്ടം നടത്തി പ്രാക്ടീസ് ചെയ്തു, അല്ല അവരുടെ മൈൻഡ് സെറ്റിനെ പ്രിപ്പയർ ചെയ്തു, അപ്പോൾ നല്ല രീതിക്കുള്ള ശീലങ്ങൾ ഉണ്ടാക്കി, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ പല ആളുകൾ, ഇപ്പോൾ ലിയോണൽ മെസ്സി ആയാലും അല്ലെങ്കിൽ ഹുസൈൻ ബോൾട്ട് ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിലും അവർക്ക് ഒരു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇയേഴ്സ് ഓഫ് ഒരുപാട് ഹാർഡ് വർക്കിംഗ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതൊക്കെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഒരു ഗാംബ്ലറിനെ പോലെ ഇപ്പം വന്നു, അല്ലെങ്കിൽ ഒരു കാര്യവും ബേക്കിൽ അറിയില്ല, പൈസ ഇട്ടു, ചൂതാട്ടം നടത്തി കിട്ടുന്ന ലാഭമല്ല ഇത് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് മാർക്കറ്റിനെ പഠിച്ച് മൈൻഡ് സെറ്റൊക്കെ കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ കൂടുതലായിട്ടുള്ള നോളജ് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല ബുക്കുകൾ വായിക്കുക, നല്ല നല്ല വീഡിയോകൾ കാണുക. ഓക്കെ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ട്രേഡിംഗ് ഈസ് എ പെർഫോമൻസ് സ്കിൽ. ഇനി കുറച്ച് ബോണസ് ടിപ്സാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. റീഡ് 1 ട്രേഡിംഗ് സൈക്കോളജി ബുക്ക് എ മന്ത്. അതായത് ഒരു മാസം അറ്റ്ലീസ്റ്റ് ഒരു ബുക്കെങ്കിലും വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി ബുക്ക് വായിക്കാൻ ടൈമില്ല എങ്കിൽ നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്, ബുക്കുകളെ പറ്റിയിട്ടുള്ള റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, ആ പ്ലേലിസ്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന് പറയുന്ന ഒരു ബുക്ക് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഡിസിപ്ലിൻ്റെ ട്രേഡറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവോയ്ഡ് സോഷ്യൽ മീഡിയ ഹൈപ്സ് ട്രേഡ്സ്. അതായത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പിന്നെ മാസ് മീഡിയ പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ടി വിയിലൊക്കെ CNBC-യിലൊക്കെ വരുന്ന ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, കാരണം അതൊക്കെ അധിക സമയവും നിങ്ങൾ പൈസ നഷ്ടപ്പെടുത്താനുള്ള പോസിബിലിറ്റിയാണുള്ളത്. ക്രിയേറ്റ് എ റിച്വൽ ട്രേഡ് ജേർണൽ പ്ലസ് മെൻ്റൽ പ്രിപ്പറേഷൻ. മാർക്ക് ഡഗ്ലസ് എന്ന് പറയുന്ന ട്രേഡിംഗ് ഇൻ ദ സോണിൻ്റെ ഓതറായിട്ടുള്ള, അല്ലെങ്കിൽ ഡിസിപ്ലിൻ്റെ ട്രേഡറിൻ്റെ ഓതറായിട്ടുള്ള വളരെ പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ക്യൂട്ടാണിത്. ഇൻ ട്രേഡിംഗ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ബീങ് റൈറ്റ്, ഇറ്റ്സ് അബൌട്ട് ബീങ് റെഡി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ആലോചിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് അല്ലെങ്കിൽ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് അയച്ചു കൊടുക്കുക. ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ട്രേഡിങ്ങിനെ പറ്റി കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് തന്നെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.